മുറ്റത്ത് അല്ലെങ്കിൽ വീടിൻ്റെ പുറകിൽ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സിറ്റിയിൽ നമ്മുടെ വാർഡിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഫെസിലിറ്റി വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ലഭിക്കുന്ന ഒരു റെസ്പോൺസ് എന്നുള്ളത്, ഒരു പ്രതികരണം എന്നുള്ളത് എപ്പോഴും നോട്ട് ഇൻ മൈ ബാക്ക് യാർഡ് എന്നുള്ളത് തന്നെയാണ്, അല്ലേ? ചിന്തയുണ്ട്. അപ്പോൾ അത്തരത്തിൽ വൈരുദ്ധ്യമാർന്ന കുറേ അധികം പ്രതികരണങ്ങൾ ഒരുപക്ഷെ ജനങ്ങളിൽ നിന്നും നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ധനുജ. അപ്പോൾ ധനുജയുടെ പുസ്തകം എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ചെങ്കച്ചൂളയിലെ എൻ്റെ ജീവിതം എന്നുള്ള ധനുജയുടെ പുസ്തകം വായിക്കുമ്പോൾ എനിക്കെപ്പോഴും ഓർമ്മ വരുന്നത് തുടുവെള്ളാമ്പൽ പൊയ്കയല്ല ജീവിതത്തിൻ കടലേ എൻ മഷിപ്പാത്രം എന്ന കവി വാചകമാണ് ശരിക്കും. അങ്ങനെ സ്വന്തം ജീവിതത്തെ വാക്കുകളിലൂടെ ഇങ്ങനെ ഒപ്പിയെടുത്തിട്ടുള്ള ഒരു പുസ്തകമാണ് ധനുജയുടെ. അപ്പോൾ ധനുജ ഹരിതകർമ്മ സേന അംഗവും കൂടിയാണ്. അപ്പോൾ ആ ഒരു നിലയിലും ഒപ്പം നമ്മുടെ നഗരമധ്യത്തിൽ ജീവിക്കുന്ന ഒരു വനിത എന്നുള്ള ഒരു കുടുംബിനി എന്നുള്ള ഒരു നിലയിലും കൂടിയാണ് ധനുജ നമ്മുടെ ഈ സെഷനിൽ പങ്കാളിയാകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചത്. അപ്പോൾ ധനുജ അത്തരത്തിൽ ജനങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും നേരിട്ടിട്ടുള്ള പ്രതികരണങ്ങൾ, അത് നല്ലതും ഉണ്ടായിട്ടുണ്ട്. ഇന്ദുവമൻ സാറിൻ്റെയൊക്കെ നമ്മളെല്ലാവരും വീഡിയോസിലൊക്കെ കണ്ടതാണ്. നല്ല പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ശ്രീ ജേക്കബ് പറഞ്ഞതുപോലെ നമ്മുടെ വാതിൽപ്പടി ശേഖരണം 86%, 87% എന്നൊക്കെ നമ്മളിന്ന് പറയുമ്പോഴും 67,000-ഓളം ഹരിതകർമ്മസേന അംഗങ്ങൾ കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോഴും അവർ ഓരോരുത്തരും അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ ഒരു സ്വീകാര്യത എന്നുള്ളത് നേടിയെടുത്തത് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു അനുഭവ കഥകളിലൂടെ ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകാം. അതിൻ്റെ തീർച്ചയായിട്ടും എല്ലാവർക്കും നമസ്കാരം. ഇവിടെ മാലിന്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാലിന്യശേഖരം നല്ല വരുമാന മാർഗമാണ് ഈ ഹരിതകർമ്മസേന എന്നുള്ള ഈ ഒരു ജോലി. അതിനെ ഞങ്ങൾ അഭിമാനത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ള വാചകം തന്നെയാണ്, നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരു പുരുഷൻ കൊണ്ടുവരുന്ന ആ വരുമാനത്തിൽ നമ്മൾ നിന്ന് ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അതിൽ പലപ്പോഴും സ്ത്രീകളായിരിക്കും എല്ലാ കാര്യത്തിലും കുറവ് അനുഭവിക്കേണ്ടി വരുന്നത്. കാരണം നമ്മുടെ മക്കളുടെ കാര്യം, വീട്ടിലെ കാര്യമൊക്കെ നോക്കി വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എപ്പോഴും നമ്മളതിൽ കുറവ് വരുത്തും. പക്ഷേ ഇപ്പോൾ ഒരു ഹരിതകർമ്മസേന അംഗം എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ ജോലിക്ക് ഇറങ്ങിയ ശേഷം എനിക്ക് എൻ്റെതായ ഒരു വരുമാനം കിട്ടുന്നുണ്ട്. എൻ്റെ ഭർത്താവ് കൊണ്ടുവരുന്ന വരുമാനം. ഇപ്പോൾ എനിക്ക് എൻ്റെ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ എനിക്ക് സ്വതന്ത്രമായിട്ട് എന്തെങ്കിലും വാങ്ങാൻ പറ്റണമെങ്കിൽ ഭർത്താവ് തരുമ്പോഴും പറ്റുന്നുണ്ട്. പക്ഷേ അത് ഒരാളുടെ വരുമാനമാണ്. ഇത് രണ്ടുപേര് കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടി സന്തോഷത്തോടും കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. പിന്നെ അതിലേറെക്കുറെ ഏറെക്കുറെ എന്നെ പൂർണ്ണമായിട്ട് അഭിമാനിക്കുന്ന ഒരാളാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഹരിതകർമ്മസേന എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏകദേശം ഈ പദ്ധതി തുടങ്ങിയിട്ട് കറക്റ്റായിട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു 3 വർഷമേ ആയിട്ടുള്ളൂ. അതിന് മുമ്പേ നമുക്ക് ഇതിൻ്റെ കാരണങ്ങൾ കൊണ്ടായിരുന്നു. അതിൽ ഈ 2022, 2023 ജനങ്ങളെ നമ്മളോട് കൂടുതൽ അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സർക്കാരും നമ്മുടെ സോണൽ ഓഫീസുകൾ, കോർപ്പറേഷനുകൾ കുറച്ച് വിട്ടുവീഴ്ചകൾ കൊണ്ടുവന്നിരുന്നു. പിന്നെ ഈ 2024 അത് പൂർണ്ണമായിട്ട് ജനങ്ങൾ നമ്മളോട് സഹകരിക്കണം എന്നുള്ളൊരു നിലപാടിലായിരുന്നു നമ്മുടെ സർക്കാരും അധികാരികളും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് വീടുകൾ, നേരത്തെ പറഞ്ഞതുപോലെ മാഡം പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മൾ ഒരുപാട് വീടുകൾ കയറി ഉണ്ടായിട്ടുള്ള വിദ്യാസമ്പന്നരും നല്ല ഉദ്യോഗസ്ഥരും ഈ മാലിന്യത്തെക്കുറിച്ചൊക്കെ നമ്മുടെ ഉദ്യോഗസ്ഥരല്ല ഞാൻ പറയുന്ന വളരെ വാദോരാതി അവസരങ്ങൾ കിട്ടിയാൽ, മൈക്ക് കിട്ടിയാൽ വാദോരാതി പ്രസംഗിക്കുന്നവർക്കാണ് പ്രവർത്തിക്കാൻ വളരെ പാടായിട്ടുള്ള അങ്ങനെ ഒരു അനുഭവം ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ ജീവിതത്തിൽ കടന്നുപോയി. കാരണം ഞാൻ ജോലി ചെയ്യുന്നത് കുടപ്പനക്കുന്ന് വാർഡിലെ ചെട്ടിവിളാകം എന്ന് പറഞ്ഞ വാർഡിലാണ്. കുടപ്പനക്കുന്ന് സോണിലെ ചെട്ടിവിളാകം വാർഡിലെ ഒരു ജീവനക്കാരിയാണ് ഞാൻ. അവിടെ ഞാൻ ഇങ്ങനെ 80% നമുക്ക് ആൾക്കാർ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പല വീടുകളിൽ ഞങ്ങൾ എല്ലാ മാസവും കയറും. എല്ലാ മാസവും 2 പ്രാവശ്യം പോകും. ഈ 2 പ്രാവശ്യം തരാത്ത വീടുകളിൽ കയറും, ലോക്കഡ് വീടുകളിൽ കയറും. അല്ലാതെ താമസിക്കുന്ന ആൾക്കാർ എന്താണ് അവിടുത്തെ പ്രശ്നം, ഫ്രീ സർവീസ് ഉണ്ട്. രോഗികളോ ഒക്കെ ആയിട്ടുള്ളവർക്ക്, വരുമാനം കുറഞ്ഞവർക്ക് ഞങ്ങൾ ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വീടുകളിലും ഞങ്ങൾ കയറിയിരിക്കും. ആ വീടിൻ്റെ ലിസ്റ്റ് എല്ലാ മാസവും ഞങ്ങൾ കൃത്യമായിട്ട് അത് ഓഫീസിൽ എത്തിക്കണം. എത്ര വീടാണ് ലോക്കഡായി കിടന്ന, എത്ര വീട് ഞങ്ങൾ പോയപ്പോൾ ആളില്ലായിരുന്നു. കാരണം ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആളില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണിക്കണം. അങ്ങനെയൊക്കെ പോകുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീട്ടിൽ പോയി. നമ്മുടെ തന്നെ ഒരു വീട്ടിൽ ചെന്നു. അത് മിക്കവാറും ആ വീട്ടിൽ ആൾ കാണില്ല. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നമ്പർ എഴുതിയെടുത്തുകൊണ്ട് പോകാറാണ് പതിവ്. ആളില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ ആളുണ്ടായിരുന്നു. ബെല്ലടിച്ചു. മേഡം ആരാന്ന് ചോദിച്ചു. ഞാൻ ഹരിതകർമ്മസേന അംഗമാണെന്ന് പറഞ്ഞ്. എന്താണ് കാരണം?
ഞാൻ പ്ലാസ്റ്റിക് എടുക്കും. ഇല്ല, ഞങ്ങൾ പ്ലാസ്റ്റിക് തരുന്നില്ലല്ലോ. തരാത്തത് കൊണ്ടാണ് മേഡം ഞങ്ങൾ വീണ്ടും വരുന്നത്. നിങ്ങളുടെ ഇവിടുത്തെ പ്ലാസ്റ്റിക് എന്ത് ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പം എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അവരൊരു സ്കൂളിലെ പ്രിൻസിപ്പളാണ്, ഞാൻ ഇന്ന സ്കൂളിലെ പ്രിൻസിപ്പാളാണ്, അതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക് ആ സ്കൂളിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സ്കൂളിലെ പ്ലാസ്റ്റിക് ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന പ്ലാസ്റ്റിക്കാണ്, മേഡത്തിൻ്റെ വീട്ടിലെ പ്ലാസ്റ്റിക് കൊടുക്കാനുള്ളതല്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. പക്ഷേ കാര്യങ്ങൾ പറഞ്ഞു തരും. അതേ കാര്യങ്ങളാണ് ഞങ്ങൾ വീട്ടുകാരോട് പോയി പറയുന്നത്. അപ്പോൾ വീട്ടുകാരോട് നമ്മൾ പറയും സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കണം, പ്ലാസ്റ്റിക് ഇങ്ങനെ നിങ്ങൾ അതെല്ലാം ഞങ്ങൾ കഴുകി ഉണക്കി തേച്ചൊന്നും തരാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ പറയും നിങ്ങൾ എല്ലാം കഴുകണ്ട, നമ്മൾ പാല് വാങ്ങുന്ന കവർ അത് നമ്മൾ കുറച്ച് വെള്ളം വീത്തി കഴുകി വെള്ളം വീത്തി നമ്മൾ പാലിൽ വീത്തുമല്ലോ, പിന്നെ നിങ്ങൾ അത് കഴുകണ്ട, നിങ്ങളൊരു കമ്പി വളച്ചിട്ട് അതിനകത്ത് തൂക്കിയിട്ടാൽ മതി. അപ്പം ഞങ്ങൾ 15 ദിവസം വരുമ്പോൾ അതങ്ങ് സ്വാഭാവികമായിട്ട് ഉണങ്ങിക്കോളും. അപ്പോൾ ഉണങ്ങാൻ വേണ്ടി നിങ്ങൾ അതിൻ്റെ പുറകെ നിൽക്കേണ്ട. രണ്ടാമത് നമ്മളിങ്ങനെ പിന്നെ ഈ ദോശമാവോ അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന ഫുഡുകൾ നനവ് പറ്റുന്നതാണല്ലോ, അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വെറുതെ നിങ്ങൾ കഴുകിയിട്ട് അങ്ങ് ഇട്ടിരുന്നാൽ മതി, ഞങ്ങളൊന്ന് എടുത്തോളൂ. അപ്പോഴത്തേക്ക് അത് താനേ അതങ്ങ് ഉണങ്ങിക്കോളും, അതിൻ്റെ പുറകെ നിങ്ങൾ നിൽക്കേണ്ട എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ അതൊരു കാര്യം ഞങ്ങൾക്ക് തരുന്ന ക്ലാസ്സാണ് ഞങ്ങൾ അവരോട് പറയുന്നത്. പിന്നെ ഞങ്ങൾ അവരോട് പറയുന്നതെന്ന് വെച്ചാൽ വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മളൊരു യൂസർ ബി കാർഡ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതെ, ആ യൂസർ ബി കാർഡിൽ കലണ്ടർ അടിസ്ഥാനത്തിൽ അതിൻ്റെ പുറകു വശത്തായിട്ട് ഓരോ മാസം ഞങ്ങൾ എന്തൊക്കെ എടുക്കും എന്നുള്ളത് അതിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ജാനുവരി മാസത്തിൽ എടുക്കുന്നത് പ്ലാസ്റ്റിക് നമ്മൾ റെഗുലറായിട്ട് എടുക്കും, അതിന് പുറമെ എടുക്കുന്ന സാധനങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ ജാനുവരി മാസം ഞങ്ങൾ എടുത്തത് തുണി, ചെരുപ്പ്, ബാഗ്, പ്ലാസ്റ്റിക്, ഇത്രയാണ് ഞങ്ങൾ എടുക്കുന്നത്. അത് ഞങ്ങൾ ആ റെസിഡൻസി ഇറങ്ങുന്നതിൻ്റെ നാളെ ഇറങ്ങുമെങ്കിൽ ഇന്ന് രാവിലെ ആ റെസിഡൻസി ഗ്രൂപ്പിൽ ഞങ്ങൾ ഇട്ട് കൊടുക്കും. കാരണം നാളെ ഞങ്ങൾ ഹരിതകർമ്മസേന ഇന്ന് റെസിഡൻസി വരുന്നുണ്ട്, ഞങ്ങൾ പ്ലാസ്റ്റിക്, ബാഗ്, ചെരുപ്പ്, തുണികൾ എന്നിവ ശേഖരിക്കും. ഇതിട്ട് ഞങ്ങൾ കൊടുക്കുകയാണ്. അവരുടെ കയ്യിലുള്ള കാർഡിലുമുണ്ട്, ആ കാർഡ് അവരുടെ കയ്യിലാണ് ഇരുന്നത്. ഏറ്റവും വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിനകത്തിരിക്കുന്നവർക്ക് പുറത്ത് നിൽക്കുന്നവരുടെ വിഷമം അറിഞ്ഞൂടാ. നമ്മൾ എത്രയോ കിലോമീറ്റർ ഇങ്ങനെ നടന്നാണ് ഞങ്ങൾ വരുന്നത്. വെയിലിൻ്റെ ചൂട് പിന്നെ ഞങ്ങൾ ഈ 2 ചാക്കും തൂക്കി, പിന്നെ ഒരു ബാഗ് കാണും. എനിക്ക് തോന്നുന്നു ജോബി ചേട്ടനൊക്കെ എന്നെ നിരന്തരം കാണുന്ന ഒരാളാണ്. അപ്പോൾ ജോബി ചേട്ടൻ അറിയാം ഞാൻ പറയുന്ന കാര്യം എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയാൻ പറ്റുമായിരിക്കും. ഒരു ബാഗ് എൻ്റെ തോളിൽ കാണും, പിന്നെ ഒരു ബാഗ് സൈഡിൽ കാണും, പിന്നെ 2 ചാക്ക് കാണും, പിന്നെ ഒരു ബുക്ക്, ഒരു പേന, പിന്നെ 2 പോക്കറ്റ് ഉണ്ട് ഞങ്ങളുടെ കൂട്ടിന്. ഒരു പോക്കറ്റിൽ എൻ്റെ മൊബൈൽ കാണും, ഇപ്പോഴത്തെ പോക്കറ്റിൽ എൻ്റെ ഒരു പേനയും ഒരു ബില്ലും കാണും. കാരണം ഈ ബില്ല് പോകാൻ പാടില്ല. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം വളരെ വേദനാജനകമായ കാരണം ഞങ്ങൾ അവിടെ നിർത്തിയിട്ടായിരിക്കും അവർ ആദ്യം പോയി പ്ലാസ്റ്റിക് എടുക്കും. രണ്ടാമത് അവർ ഇറങ്ങി വന്നിട്ട് പറയും, ഈ മാസം എന്തൊക്കെയാണ് എടുക്കുന്ന മേഡം, നിങ്ങളുടെ കാർഡിൽ എഴുതിയിട്ടുണ്ട്, ഇന്നലെ ഞങ്ങൾ റെസിഡൻസി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതൊന്നും ഇവിടെ നോക്കാൻ സമയമില്ല, നിങ്ങൾക്ക് എന്തൊക്കെ എടുക്കുന്നത് പറയും. മേഡം നിങ്ങളുടെ കാർഡ് നോക്കിക്കൂടാ മേഡം. അപ്പം ഞങ്ങളിത് വീണ്ടും അവർക്ക് പറഞ്ഞു കൊടുക്കണം. അടുത്ത് അവർ ചെരുപ്പ് പുറക്കാൻ പോകും, രണ്ടാമത് ഒരു തുണി പുറക്കാൻ പോകും, മൂന്നാമത് അവർ എന്തൊക്കെ സാധനം, പിന്നെ ഏറ്റവും അവസാനം കാർഡ് എടുക്കാൻ പോകും. അത് കഴിഞ്ഞേ പൈസ കൊണ്ടുവരുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ഒരു വീട്ടിൽ 45 മിനിറ്റ് നിൽക്കുന്ന വീടുണ്ട്, 45 മിനിറ്റ് ഒരു വീട്ടിൻ്റെ നടയിൽ നിൽക്കുന്ന വീടുണ്ട്. ഞങ്ങൾ അവരോട് എന്നിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്, മേഡം ചിലപ്പോൾ ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകാൻ ധൃതിയിൽ നിൽക്കുകയാണെങ്കിൽ ഈ സാധനങ്ങൾ നിങ്ങൾ ശേഖരിച്ച് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലെ മാലിന്യം പോകും. കാരണം അതാത് മാസം പറയുന്ന സാധനം അതാത് മാസം എടുക്കത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. കാരണം അവരെ സോപ്പിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെയും പറഞ്ഞു കൊടുക്കും. അപ്പം ഞങ്ങളോട് സഹകരിക്കണമെങ്കിൽ സഹകരിക്കട്ടെ. പക്ഷേ ഞങ്ങൾ പറയുന്ന ഒന്ന് അവർക്ക് കേൾക്കാനുള്ള സമയമില്ല. ഒന്നത്. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ചില വീടുകൾ പട്ടിയാവത്ത് വിടും. കാരണം നമ്മൾ കയറാൻ പാടില്ല, അവർക്ക് പ്ലാസ്റ്റിക് തരാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് അവർ പട്ടിയെ, എനിക്ക് അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ഒരു വാർഡിലുണ്ടായി. ഞാൻ അവിടെ നിന്ന് ആ റെസിഡൻസി സെക്രട്ടറി വിളിച്ച്, സെക്രട്ടറി വേറൊരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു, പുള്ളി ഓടി വന്നാണ് എന്നെ അവിടെ രക്ഷിച്ചത്. അത് 2 നില വീടാണ്. താഴത്തെ വീട്ടിൽ ഒയിലത്തെ വീട്ടിൽ വാടകക്കാരാണ്, 2 വാടകക്കാരാണ്. ഞാൻ ഈ താഴത്തെ വീട്ടിൽ വിളിച്ചിട്ട് ഒയില് കയറി ചെന്നപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് അവർ കതവ് തുറന്നിട്ടിരുന്നു. ഇവര് താഴത്തെ ആൾക്കാരങ്ങ് പട്ടിയാവത്തില്ല. ഞാൻ ഓടി ആ വീടിനകത്ത് കയറി. അവിടെ ഒരു ആൻറ്റി മാത്രമേ ഉള്ളായിരുന്നു. സത്യം പറഞ്ഞാൽ അത് എന്താണെന്നുള്ള ഒരു ഭയങ്കര, ഞാൻ അവിടെ നിന്നുകൊണ്ട് പെട്ടെന്ന് ആ സെക്രട്ടറി വിളിച്ച്, സെക്രട്ടറി വന്നാണ് എന്നെ അവിടെ നിന്ന് എന്നെ പുറത്തിറക്കിയത്. അത് ആ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ എടുക്കുന്ന സാധനങ്ങൾ, ശേഖരിച്ച് വെക്കുന്ന സാധനങ്ങൾ ഞങ്ങൾക്ക് ആ റെസിഡൻസിൽ വെച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് വാഹന സൗകര്യമില്ല. ഞങ്ങൾക്ക് ആ ഓഫീസിലെ വാഹനമാണ്, അവർ വിട്ടുതരും മാത്രമേ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾക്ക് ഹരിതകർമ്മ സേനയ്ക്കായിട്ടൊരു വാഹന സൗകര്യം. ഏറ്റവും വളരെ സങ്കടമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയൊക്കെ നടന്നു വരുമ്പോൾ ചില വീടുകളിൽ നമ്മൾ വെള്ളമൊക്കെ ചോദിക്കാറുണ്ട് കുടിക്കാൻ. അപ്പം അവരുടെയൊക്കെ വിചാരം നമ്മളിങ്ങനെ വേസ്റ്റൊക്കെ എടുക്കുന്നതുകൊണ്ട് 24 മണിക്കൂർ ഞങ്ങൾ വേസ്റ്റിലാണ് കിടക്കുന്നതാണ് അവരുടെ വിചാരം. ഏറ്റവും മോശമായ ഗ്ലാസ്സിലാണ് വെള്ളം കൊണ്ടുതരുന്ന കുടിക്കാൻ. അത് ഞാൻ ഒരു വീട്ടിൽ ചോദിച്ച് വാങ്ങിച്ചു, അവരുടെ മുമ്പ് വെച്ചെടുത്ത് കളഞ്ഞാൽ അതൊരു അഹങ്കാരമായി പോകും. ഞാൻ ആ വെള്ളം കുടിച്ചു.
എനിക്ക് ദാഹിച്ചു, വെള്ളം കുടിച്ചു. ചില വീടുകൾ ഞങ്ങൾ ചെല്ലുമ്പോഴേ അവർ വെള്ളം കലക്കി വെച്ചിരിക്കും, കട്ടൻ ചായ ഇട്ട് തരും, കാപ്പി വേണമെന്ന് കേൾക്കും. എല്ലാവരുടെ കാര്യമല്ല, ഒരുപാട് ഞങ്ങൾ ചെല്ലുന്നെന്ന് പറയുമ്പോഴേ ആഹാരം വെച്ചിരിക്കുന്ന വീടുകളുണ്ട്. പഴം എടുത്ത് തരും, നിങ്ങൾ പോകുന്ന വഴിക്ക് കഴിച്ചോളൂ. പിന്നെ കൈയൊക്കെ വൃത്തിയിടണം പറയും, ഇല്ല ആൻറ്റി അല്ലെങ്കിൽ ചേച്ചിയില്ല മേഡം ഞങ്ങൾ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ തരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഏറ്റവും സങ്കടമെന്ന് പറഞ്ഞാൽ ഈ ഞാൻ ഒരു സർക്കാരിനെയോ രാഷ്ട്രീയ ഭരണമല്ല, നമ്മൾ ഇപ്പോഴത്തെ സർക്കാരിനെ ഹരിതകർമ്മസേന അംഗങ്ങളെന്നുള്ള നിലയ്ക്ക് ഒരു 40,000 തൊഴിലാളികൾ കേരളത്തിൽ വരും. 40,000 കുടുംബങ്ങളുടെ ഒരു വരുമാന മാർഗമാണ്. ഞങ്ങൾക്ക് അതിനോട് ആത്മാർത്ഥതയും അത്രയും ഞങ്ങൾക്ക് ആ ഒരു ജോലിയോടുള്ള ഇതും ഈ ജോലി തന്നതുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്ന ഒരു സർക്കാർ ആരാവട്ടെ അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും വിഷമം വീടുകളിൽ ചെല്ലുമ്പോൾ സർക്കാരിനെ ചീത്ത പറയുന്ന ആൾക്കാർ. ഈ കാർഡ് ഇങ്ങോട്ട് വാങ്ങിക്കുമ്പോൾ 100 രൂപ കൊടുത്തേ പറ്റുള്ളൂ, കൊണ്ടുപറ്റുമോ, പ്രാഗിക്കൊണ്ട് തരുന്നവർ 100 രൂപ പ്രാഗിക്കൊണ്ട് തരുന്നത്. വെറുതെ പറയുന്നില്ല, പ്രാഗിക്കൊണ്ട്. പിന്നെ അവരുടെ വായിരിക്കുന്ന അത്രയും രാഷ്ട്രീയം കേൾക്കേണ്ടി വരും അത്രയും സമയം. ഞങ്ങൾക്ക് തിരിച്ചൊന്നും പറഞ്ഞുകൂടല്ലോ, കാരണം ഞങ്ങൾ മാലിന്യം ശേഖരിക്കുന്ന ആൾക്കാരാണല്ലോ. ഞങ്ങളുടെ കൂടെ തന്നെ BA-യും BCom ഒക്കെ പഠിച്ച കുട്ടികളുണ്ട്. പക്ഷെ ഓരോ നടയിച്ച് ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ വളരെ വിഷമം ഉണ്ടാകുന്നുണ്ട്. കാരണം ഞങ്ങൾ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ അത് മോശം അനുഭവം എന്ന് പറയും. പിന്നെ ചില വീടുകളിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ആളില്ലായിരിക്കും. അപ്പോൾ വീണ്ടും ഞങ്ങൾ അവിടെ പോകണം, ഞങ്ങൾക്ക് വാഹന സൗകര്യം ഇല്ല. അപ്പോൾ ഞങ്ങളിപ്പം 5 കിലോമീറ്റർ നടന്നാണ് അടുത്ത വീട്ടിൽ വരാനുണ്ട്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് പരാതി വിളിച്ച് പറയുമ്പോൾ ഒരിക്കൽ പോലും മാലിന്യം ശേഖരിക്കുന്നവരുടെ പരാതി കേൾക്കാൻ ആരുമില്ല. ആ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞിടം പറയും, നിങ്ങൾ പെട്ടെന്ന് പോയി എടുക്കണം, നിൽക്കുന്ന വേറെ അസോസിയേഷൻ ആയിരിക്കും. അത് അവർ മേയർക്ക് പരാതി പോയി, ഇന്ന ആളുടെ വീടാണ്, ഞങ്ങൾ ചെല്ലുമ്പോൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടെ ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള പരാതിയായിട്ട് നമ്മുടെ ഒരു. പിന്നെ ഞങ്ങൾ സ്ത്രീകളാകുമ്പോൾ ഞങ്ങൾക്ക് ഒരു മാസം ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഞങ്ങൾക്കൊരു ബാത്റൂം സൗകര്യമില്ല. ഞങ്ങൾ ഈ ഒരു വേഷത്തിൽ പല വീടുകളിലും കയറ്റാറില്ല, മാലിന്യം ശേഖരിക്കുന്നവരാണ്. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട്. അതൊന്നും പിന്നെ മനസ്സിലായി. അത് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾക്ക് എല്ലാ വീടുകളിലും എല്ലാ വീടുകളും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ കാലത്ത് പുറത്ത് ബാത്റൂമുള്ള വീടുകൾ ചുരുക്കമാണ്. എല്ലാവരെയും വീടിനകത്ത് കയറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യവുമല്ല. അപ്പം നമുക്ക് അതിനുള്ളൊരു സാഹചര്യം കൂടെ ഒരു ബാത്റൂം സൗകര്യം. പിന്നെ പുറത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്തൊരു ബഹുമാനം. ഒരു പച്ച കോട്ട് കൊണ്ട് മാത്രം എല്ലാവരും ഓരോ യൂണിഫോം ആവില്ല. കാരണം നമ്മൾ പലതരത്തിലുള്ള വേഷവും ഒരു പച്ചക്കോട്ടുമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു യൂണിഫോം വരുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഭംഗി, ഒരു ബഹുമാനം. നമ്മൾ ചെല്ലുന്ന വീട്ടിൽ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടും. അപ്പം ഞാനൊരു ചുരിദാറിട്ട് വേറൊരു ആൻറ്റി ഒരു സാരി കൊടുത്ത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സും ധരിച്ച് ആകെ കൂടെ ഉള്ള ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഈ പച്ചക്കോട്ട്. അതല്ല, അല്ലാതെ ഒരു യൂണിഫോമിറ്റി നമുക്കുണ്ടായി വളരെ ഒരു സന്തോഷം. ഞങ്ങൾക്ക് കുറച്ചുകൂടെ ബഹുമാനവും ഒക്കെ നമുക്ക് വീടുകളിൽ കിട്ടാവുന്നതാണ്. അതിൽ ഞാനേ പറഞ്ഞില്ലേ, ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഓരോ വീടുകളിൽ നിന്ന് അനുഭവിക്കുന്ന വിഷമതകളാണ്. വളരെ മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാർ വളരെ സ്നേഹത്തോട് വീടിനകത്ത് കൊണ്ടിരുത്തി. ഇപ്പോൾ ഇന്ദുകുമാർ സാറൊക്കെ വളരെ എന്താ പറയുക, എൻ്റെ ജീവിതത്തിലൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്ര. ജോബി ചേട്ടനൊക്കെ എൻ്റെ മുമ്പേ ഇരിപ്പുണ്ട്. ജോബി ചേട്ടൻ്റെ വീട്ടിൽ ഞാനാണ് മാലിന്യം ശേഖരിക്കുന്ന. പച്ചയായ കുറേ മനുഷ്യരും പച്ചയായ കുറേ ജീവിതങ്ങളും ആ ജീവിതത്തിൽ ഈ ലോകത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടേണ്ടി വന്ന, അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് വേദനകളാണ് എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. ഞങ്ങളുടെ കോളനിക്കകത്ത് എന്ത് ജോലി ചെയ്താലും ആത്മാർത്ഥയോടെ ചെയ്യുന്നവരാണ്. പക്ഷേ കാലാകാലമായിട്ട് അവിടെ ഒരുപാട് പ്രതിഭകളുണ്ട്, ഒരുപാട് പ്രതിഭ. ഞങ്ങൾക്കൊന്നും വേദികൾ ലഭിക്കാറില്ല. അവാർഡുകൾ, അംഗീകാരങ്ങളൊക്കെ ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് ഞങ്ങൾ അഭിമാനിക്കുന്നു. പക്ഷേ അത് ഞങ്ങൾക്ക് സോക്കേഷ് മാത്രം വെച്ചാൽ പോലെ, ഞങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങൾക്ക് വേദികൾ വേണം. ചെങ്കൽച്ചുള്ളത് എന്നോട് നിങ്ങൾ ക്ഷമിക്കുക, എൻ്റെ വേദനയും കിട്ടുന്ന ഈ ഒരു വേദി എനിക്ക് നാളെ കിട്ടിയെന്ന് വല്ല വേണ്ട. ആരെയും സോപ്പിട്ട് സംസാരിച്ച ഒരു വേദിയും വേണ്ട. കിട്ടുന്ന വേദിയിൽ എൻ്റെ കൂട്ടക്കാരെ ഞാൻ മറന്നു പോകാൻ പാടില്ല. എല്ലാവരും വരുന്നത് അവിടെ പ്രതികളെ തിരക്കിയാണ്. അവിടുത്തെ പ്രതിഭകളെ തിരക്കി ആരും വരാറില്ല. അവിടെ ഒരുപാട് പ്രതിഭകളുണ്ട്. ആ പ്രതിഭകൾക്കുള്ള അവസരങ്ങൾ കൂടെ കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ കോർപ്പറേഷൻ 100 വാർഡുണ്ടെങ്കിൽ അതിൽ 80% ജോലി ചെയ്യുന്നതും ചെങ്കൽച്ചുളക്കാരാണെന്നുള്ള അഭിമാനത്തോടു കൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് ഇത്രയും പേരുടെ ബാക്കി മേഡം പറഞ്ഞു. ഇനി ബാക്കി എന്താ പറയാനുള്ളതല്ലേ? അപ്പം ഞങ്ങളുടെ ഹരിത പ്രതിഭയാണ് ധനിജ. അതുകൊണ്ടാണ് ഇന്ന് ധനിജയുടെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ് എന്ന് നമ്മൾ തീരുമാനിച്ചത്. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ധനിജയെ കാണുന്നതും ഇതുപോലെ മറ്റൊരു സാഹിത്യോത്സവത്തിൽ വെച്ചിട്ടായിരുന്നു. നമ്മുടെ നിയമസഭാ പുസ്തകോത്സവത്തിൽ വെച്ചിട്ടാണ് ഞാൻ ധനിജയെ ആദ്യമായിട്ട് കാണുന്നത്. സംസാരിച്ചപ്പോൾ ഉള്ളിലുള്ള ആ ഒരു ജ്വാല ഉണ്ടല്ലോ, അതെനിക്ക് അന്ന് കാണാൻ പറ്റി. അതാണ് നിങ്ങൾ ഇന്നിപ്പോൾ കേട്ടത്. ധനിജയോട് ഞാനൊരു ചെറിയ ചോദ്യമാണ് ചോദിച്ചത്. പക്ഷേ ധനിജയുടെ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് ധനിജയുടെ ഉള്ളിൽ നിന്നും ഹൃദയത്തിൽ തട്ടി വരുന്ന ധനിജയുടെ അനുഭവങ്ങളും ആഗ്രഹങ്ങളുമാണ്.
ആ ആഗ്രഹങ്ങൾക്ക് കിടപിടിക്കുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു കടമയുണ്ട്. ആ കടമ കൂടി നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഈ ഒരു സെഷനിൽ ധനജയുടെ ഒരു സാന്നിധ്യം നമ്മൾ ഉറപ്പുവരുത്തിയത്. കാരണം